ഞങ്ങളുടെ വിവാഹ ആവശ്യത്തിനായിട്ട് വയനാട് പോകുന്നൊരു വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്. ഞങ്ങളതിനു വേണ്ടി ബിഷപ്പ് ഹൗസിലാണ് പോകേണ്ടത്. ചേർത്തലയിൽ നിന്ന് ട്രാൻസ്പോർട്ട് ബസ്സിനാണ് യാത്ര ആയിരിക്കുന്നത്. ഞാനും എൻ്റെ ഭർത്താവും അവൻ്റെ അനിയത്തിയും അവളുടെ ഭർത്താവും ആയിട്ടായിരുന്നു യാത്ര തിരിച്ചത്. ഞങ്ങൾക്ക് കല്യാണം നടത്തണമെങ്കിൽ അതിന് ഞാൻ ഫസ്റ്റ് മാരീഡായിരുന്നു. അതിപ്പോൾ ഡിവോഴ്സായി. അപ്പോൾ വയനാട് വെച്ചായിരുന്നു മാരേജ്. അപ്പോൾ ഫാമിലി ഇഷ്യൂ ഒക്കെ കാരണമായിരുന്നു ഡിവോഴ്സായത്. അപ്പോൾ അതിൻ്റെ കാരണം ഞങ്ങൾ അവിടുത്തെ ബിഷപ്പ് ഹൗസിൽ പോയിട്ട് അവിടുന്ന് ഡിവോഴ്സ് ആവണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്, ഞാൻ ക്രിസ്ത്യാനിയല്ല, ഹിന്ദു ആയിരുന്നു. അങ്ങനത്തെ നിയമങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേക്കും ഞങ്ങളങ്ങനെ അതിന് വേണ്ടിയായിട്ട് അങ്ങോട്ട് പോയൊരു യാത്രയാണിത്. ആ യാത്രയിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒപ്പാൻ പറ്റി. ബാക്കിയൊക്കെ വണ്ടിയിൽ സ്പീഡൊക്കെ വെച്ചിട്ട് ഭയങ്കര പാടായിരുന്നു. അത് പിന്നെ ചുരം കയറാൻ തുടങ്ങിയപ്പോൾ ചുരം കയറിയ വീഡിയോസാണ് ഇതൊക്കെ. ചുരം കയറിയപ്പോൾ കാണാൻ പറ്റിയ കുരങ്ങ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റി. മഴയായിരുന്നു, ഭയങ്കര മഴയായതുകൊണ്ട് കുറേയൊക്കെ കാണാനൊന്നും പറ്റിയൊന്നുമില്ല. ഇത് ചുരം തുടങ്ങുന്നതിന് മുമ്പ് കേട്ടോ, ചുരം എത്തിയിട്ടില്ല, ചുരം കയറാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ വെയിറ്റിങ്ങിലായിരുന്നു. ഞാനിപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആൾ ചുരത്തിലൊന്നും കയറിയിട്ടില്ല, വയനാടൊന്നും പോയിട്ടില്ല. അപ്പോൾ അവനും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ചുരം കയറാൻ തുടങ്ങി കേട്ടോ. ചുരം കയറിയാണ്. ഞങ്ങൾ കുരങ്ങിനെയൊക്കെ കണ്ടായിരുന്നു. വേറെ അവിടെ ഒന്നുമില്ലായിരുന്നു, ഫുൾ മഴയായിരുന്നു, വെള്ളച്ചാട്ടം. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. ഇത് കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളാണ്. ചെറിയ കടകളൊക്കെ, ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. ഇവിടെ കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നല്ല വ്യൂ പോയിൻ്റ് ആയതുകൊണ്ട് എല്ലാവരും നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ്. ചുരം ഇറങ്ങുമ്പോഴേക്കും അവിടെ ഒരു പുള്ളിയുണ്ട്. പുള്ളിയുടെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അയാളാണ് പണ്ട് ഈ ചുരം കണ്ടുപിടിച്ചതും എല്ലാം ചെയ്തത്. എന്നിട്ട് ബ്രിട്ടീഷുകാരോ സായിപ്പന്മാരാരോ ആ ചുരം അവർ ക്ലീനാക്കി എടുത്തിട്ട് അവരാണ് കണ്ടുപിടിച്ചതെന്നും പറഞ്ഞുകൊണ്ട് അയാളെ കൊല്ലി എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പിന്നീട് ആ ചുരത്തിൽ കയറുന്നവരെയൊക്കെ ഉരുട്ടിയിടലായിരുന്നു. അയാളെ പ്രാന്തനെ പോലെ. അങ്ങനെ പുള്ളീനെ ഈ ചുരത്ത് അവസാനിക്കുന്ന അവിടെ ചങ്ങലകളിൽ കെട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് അവർ പറയുന്നത്, എനിക്കറിയത്തില്ല. അവർ പറഞ്ഞുള്ളൊരറിവ് മാത്രമേ എനിക്കുള്ളൂ.
കാഴ്ച കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുരങ്ങനെ കാണിക്കാൻ പെങ്ങൾ നോക്കണം കേട്ടോ. കുരങ്ങനെ കണ്ട ആകാംക്ഷയിൽ അവൾ നോക്കിയതായിരുന്നു. ഇവിടെ മെയിനായിട്ടുള്ളത് കാപ്പിത്തോട്ടം, തേയിലത്തോട്ടം, പിന്നെ അവക്കാഡോ, ബട്ടർ ഫ്രൂട്ട്, ഏലം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവുകയാണ് കേട്ടോ. താമസിക്കാൻ വേണ്ടി ഒരു ഹോട്ടൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെയാണ്. എൻ്റെ വാതിക്ക് എന്ത് ഇഞ്ചി കൃഷിയാണ് കേട്ടോ. ഇഞ്ചി കൃഷി എന്ന് പറഞ്ഞാൽ അയ്യോ അപാരം തന്നെ. ഞങ്ങൾ നിന്ന റൂമാണ്. നല്ല ഇത് ബാത്റൂം, ടി വി ഒക്കെ ഉണ്ട്. ഇതാണ്ട് ഞാൻ പറഞ്ഞില്ല ഇഞ്ചി കൃഷിയുടെ. പിന്നെ ഞങ്ങൾ ചെന്ന ബിഷപ്പ് ഹൗസ് ആട്ടോ. പെങ്ങളും ഹസ്ബൻഡും അവിടെ നിന്ന് ഫോട്ടോ എടുത്ത കളിയാണ്. കുളമൊക്കെ ഉണ്ട്. ബിഷപ്പ് ഹൗസ് എത്ര സൂപ്പറാണ്. നല്ല അടിപ്പനായിരുന്നു. ഞങ്ങളവിടെ നിന്ന് തിരിച്ച് പോവാണ്. എല്ലാം സാധിച്ചു. പൈസ 6000 രൂപ എന്തോ അടക്കണം. അടച്ചു കഴിഞ്ഞാൽ മാത്രമേ പേപ്പർ വീട്ടിലേക്ക് അയച്ചു തരുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെല്ലാം സാധിച്ചു. ഞങ്ങൾ തിരിച്ചു പോണ വഴി കണ്ടതാണ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.